എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ജനപ്രിയമായ ലൈംഗിക പൊസിഷനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഡോഗി സ്റ്റൈൽ. ഇത് ദമ്പതികൾക്കായുള്ള വിശദമായ ഒരു ഗൈഡ് തന്നെ നൽകുന്നുണ്ട്. ലൈംഗിക ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ തേടുന്ന ദമ്പതികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഏറ്റവും മികച്ച ലൈംഗിക പൊസിഷൻ ഏതാണെന്ന്. എന്നാൽ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള സർവേകളിൽ ഡോഗി സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും പതിവായി പരീക്ഷിക്കുന്നതുമായ പൊസിഷൻ എന്നാണ്. ഒരു പഠനത്തിൽ പങ്കെടുത്തവരിൽ 35% പേർ ഡോഗി സ്റ്റൈലിനെ തങ്ങളുടെ പ്രിയപ്പെട്ട പൊസിഷനായി തിരഞ്ഞെടുത്തു. ഇത് മിഷനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 22%, കൗഗേളാണെങ്കിൽ 19% എന്നീ പൊസിഷനുകളേക്കാൾ മുന്നിലാണ്. ഈ പൊസിഷൻ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പ്രിയങ്കരമാണ്. കാരണം ഇത് ആഴമേറിയ പ്രവേശനം എളുപ്പമാക്കുകയും ചില വേരിയേഷനുകളിൽ ക്ലിറ്റോറൽ ഉത്തേജനം സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഉണർവ് നൽകാൻ ഈ പൊസിഷൻ എങ്ങനെ പരീക്ഷിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഡോഗി സ്റ്റൈൽ എന്തുകൊണ്ടാണ് ഇതൊരു ജനപ്രിയമായതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതെ, ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള അഥവാ ഈ ഡോങ്കി സ്റ്റൈൽ എന്നത് പിന്നിൽ നിന്നുള്ള ഒരു ലൈംഗിക നിലയാണ്, അതായത് ഫ്രം ബിഹൈൻഡ്. ഇതിൽ സ്ത്രീ കൈകളിലും മുട്ടുകളിലും ഊന്നി നിൽക്കുകയും പുരുഷൻ പിന്നിൽ നിന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇത് ജനപ്രിയമാകാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ്. അഥവാ ഒന്നാമത്തേത് ആഴമേറിയ പ്രവേശനം. ഈ പൊസിഷൻ ജി സ്പോട്ടിന് നേരിട്ട് ഉത്തേജനം നൽകാൻ സാധ്യതയുണ്ട്. ഇത് പല സ്ത്രീകൾക്കും തീവ്രമായ രതിമൂർച്ച അനുഭവിക്കാൻ സഹായകമാകും. രണ്ടാമത്തേത് കാഴ്ചയുടെ ഉത്തേജനം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷന് പങ്കാളിയുടെ ശരീരം കാണാൻ കൂടുതൽ സൗകര്യം ലഭിക്കുന്നുണ്ട്. ഇത് ലൈംഗികമായ ആധിപത്യം അല്ലെങ്കിൽ മനോഭാവം ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ആവേശം നൽകും. അടുത്തതായി വൈവിധ്യം. അതെ, ഈ പൊസിഷനിൽ കിടന്നോ ഇരുന്നോ മറ്റ് ആംഗിളുകളിൽ ചെരിഞ്ഞോ പരീക്ഷിക്കാവുന്ന ധാരാളം മാറ്റങ്ങളുണ്ട്. എന്നാൽ ഇത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ലൈംഗികത തുടങ്ങുന്നതിന് മുൻപ് ഇരുവരും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കണം. ലൈംഗിക ബന്ധം സുഖകരമാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അഥവാ ലൂബ്രിക്കേഷൻ. ഇത് വഴുവഴുപ്പ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ നല്ലൊരു ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുന്നത് നിർബന്ധമാണ്. രണ്ടാമത്തേത് ഫോർ പ്ലേ ആണ്. ചുംബനങ്ങളിലൂടെയും തലോടലുകളിലൂടെയും ഓറൽ ലൈംഗികതയിലൂടെയും ഒക്കെ പരസ്പരം ലൈംഗികമായി ഉത്തേജിപ്പിക്കുക. സ്ത്രീയുടെ ലൈംഗിക അവയവം വേണ്ടത്ര നനഞ്ഞിരിക്കണം, അഥവാ യോനി. അടുത്തത് സുഖ സൗകര്യമാണ്. അതെ, സ്ത്രീയുടെ വയറിനടിയിലായി ഒരു തലയിണ വെക്കുന്നതും അരക്കെട്ട് ഉയർത്തി നിർത്താനും അതുവഴി കൂടുതൽ ആഴത്തിൽ പ്രവേശനം സാധ്യമാക്കാനും സഹായിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നും കൂടി പറഞ്ഞു തരാം. അതെ, അവസാനം വരെയുള്ള കാര്യങ്ങൾ. അഥവാ ഒന്നാമത്തെ പൊസിഷൻ, സ്ത്രീ ബെഡിലോ മറ്റോ കൈകളും മുട്ടുകളും നിലത്തൂന്നി നിൽക്കുക. കാലുകൾ തോളുകളുടെ വീതിയിൽ അകറ്റി വെക്കണം. അരക്കെട്ട് അല്പം പിന്നോട്ട് തള്ളി അഥവാ നടുവ് ചെറുതായി വളച്ച് പിടിക്കുക. ഇത് പ്രവേശനത്തിന് ഏറ്റവും മികച്ച ആംഗിൾ നൽകും. പുരുഷൻ സ്ത്രീയുടെ പിന്നിൽ മുട്ടുകുത്തി ഇരിക്കുക. നിങ്ങളുടെ കാലുകൾ സ്ത്രീയുടെ കാലുകൾക്കകത്തോ പുറത്തോ വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം. പുരുഷന്റെ ലിംഗം സ്ത്രീയുടെ യോനിയുടെ പ്രവേശന കവാടത്തിൽ വെക്കുക. ലൂബ്രിക്കേഷൻ ഉപയോഗിച്ച് സാവധാനം അകത്തേക്ക് പ്രവേശിപ്പിക്കുക. ആദ്യം അഗ്രം മാത്രം, പിന്നീട് പൂർണ്ണമായി ഉള്ളിലേക്ക് തെന്നി നീക്കുക. സ്ത്രീയുടെ അരക്കെട്ടിൽ പിടിച്ച് ചലനം നിയന്ത്രിക്കാം. സ്ത്രീ നന്നായി ശ്വാസമെടുത്ത് റിലാക്സ് ചെയ്യുക. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സൗകര്യത്തിനായി അരക്കെട്ട് ചെറുതായി മുന്നോട്ടും പിന്നോട്ടും തള്ളിക്കൊടുക്കുന്നത് ബന്ധം കൂടുതൽ നിങ്ങളെ സുഖകരമാക്കും. അടുത്തതായി ത്രസ്റ്റിംഗ്. പുരുഷന്റെ അരക്കെട്ട് മുന്നോട്ട് തള്ളിക്കൊണ്ട് ചലനങ്ങൾ ആരംഭിക്കുക. സാവധാനം തുടങ്ങി പതിയെ താളം വർദ്ധിപ്പിക്കുക.
ഓരോ തള്ളലിലും പരമാവധി ആഴത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക. ലൈംഗിക ബന്ധത്തിന്റെ കോൺ മാറ്റാനായി അഥവാ ആംഗിൾ മാറ്റാനായി നിങ്ങൾക്ക് മുന്നോട്ടോ പിന്നോട്ടോ ചെരിഞ്ഞ് ചലിക്കാവുന്നതാണ്. സ്ത്രീയുടെ അരക്കെട്ടിൽ പിടിച്ച് നിങ്ങളിലേക്ക് വലിക്കുന്നതും കൂടുതൽ ശക്തിയുള്ളതും ആഴത്തിലുള്ളതുമായ അനുഭവം നൽകും. ഇനി കൂടുതൽ ഉത്തേജനത്തിനായി നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് സ്ത്രീയുടെ ക്ലിറ്റോറിസ് തടവുകയോ വിരലുപയോഗിച്ച് ഉത്തേജിപ്പിക്കുകയോ ചെയ്യാം. ഇത് ഒരേ സമയം 2 ഉത്തേജനം നൽകി രതിമൂർച്ച വേഗത്തിലാക്കാൻ സഹായിക്കും. സ്പാങ്കിംഗ് അഥവാ നിതംബത്തിൽ മെല്ലെ അടിക്കുന്നത്, സമ്മതത്തോടെയുള്ള മുടിയിൽ പിടിക്കലും എന്നിവയൊക്കെ ലൈംഗികമായ ആധിപത്യം മനോഭാവം ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. സ്ത്രീ കൈകളും മുട്ടുകളും ഉറപ്പിച്ചു പിടിക്കുക. ഓരോ തള്ളലിനുമൊപ്പം നിങ്ങളുടെ അരക്കെട്ട് പിന്നോട്ട് തള്ളുന്നത് ലൈംഗിക ബന്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. കൈകൾ ഫ്രീ ആണെങ്കിൽ ക്ലിറ്റോറിസ് ഉത്തേജിപ്പിക്കാം. നടുവളിച്ചോ നിവർത്തിയോ ആംഗിൾ ക്രമീകരിക്കാം. അതുപോലെ എൻഹാൻസ്മെന്റുകളും വേരിയേഷനുകളും. ലേസി ഡോഗ്. കൈകൾക്ക് ക്ഷീണിക്കുമ്പോൾ സ്ത്രീകൾക്ക് മുന്നോട്ട് ചാഞ്ഞ് നെഞ്ചോ കൈകളോ ബെഡിൽ വെച്ച് വിശ്രമിക്കാം. അതുപോലെ ബൾഡോഗ്. പുരുഷൻ കാൽമുട്ടിൽ ഇരിക്കുന്നതിന് പകരം പൂർണ്ണമായി എഴുന്നേറ്റ് നിന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അതുപോലെ ഫ്രോ ക്ലിപ്പ്. സ്ത്രീ മുട്ടിലിരിക്കുന്നതിന് പകരം പാദങ്ങളിൽ ഊന്നിയിരിക്കുക. ഇനി ക്ലൈമാക്സ്. രതിമൂർച്ചയിൽ എത്തുന്നത് വരെ താളം നിലനിർത്തി മുന്നോട്ട് പോകുക. പങ്കാളിയുടെ ശരീരഭാഷ ശ്രദ്ധിച്ച് വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പുരുഷൻ ശുക്ലം പുറത്തു വരുന്നതിന് മുൻപ് ഉള്ളിൽ ചെയ്യണമോ പുറത്ത് ചെയ്യണമോ, കോണ്ടം ഉപയോഗിച്ചിരിക്കണോ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ലൈംഗിക ബന്ധത്തിന് ശേഷം കെട്ടിപ്പിടിച്ചും സംസാരിച്ചും ആഫ്റ്റർ കെയർ നൽകുക. അടുത്ത തവണ മെച്ചപ്പെടുത്താനുള്ള ഫീഡ്ബാക്കുകളും പങ്കുവെക്കാം. ഇനി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, എല്ലാ ലൈംഗിക ബന്ധത്തിലും പരസ്പര സമ്മതവും തുറന്ന സംഭാഷണവും വേണം. ഗർഭധാരണവും ലൈംഗിക രോഗങ്ങളും തടയാൻ കോണ്ടം പോലെയുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കാം. വേദനയോ അസ്വസ്ഥതകളോ അനുഭവപ്പെട്ടാൽ ഉടൻ നിർത്തുക. തുടക്കക്കാർ സാവധാനം തുടങ്ങി പതിയെ വേഗത വർദ്ധിപ്പിക്കുക. ഡോഗി സ്റ്റൈൽ വളരെ ലളിതമെങ്കിലും ആവേശകരമായ ഒരു പൊസിഷനാണ്. ഇത് പരീക്ഷിച്ച് നോക്കി നിങ്ങളുടെ ലൈംഗിക ജീവിതം കൂടുതൽ മനോഹരമാക്കൂ. ഒരുപാട് ആളുകളുമായി ലൈംഗികതയെപ്പറ്റി ഓപ്പണായി സംസാരിക്കുന്ന ആളെന്ന നിലയിൽ ഈ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച ലൈംഗിക പൊസിഷൻ എന്നതാണ് നിങ്ങളുടെ കംഫർട്ട്. മറ്റുള്ളവർക്ക് മികച്ചതെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നില്ല. നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഏറ്റവും സുഖം നൽകുന്നതും ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്നതുമായ പൊസിഷനാണ് എപ്പോഴും മികച്ചത്.